അമ്മേ ആ ചൂടുള്ളവരെണ്ണം ഇങ്ങോട്ടിട്ടെ. No. Now full eat, no hungry for dinner. എന്തോന്ന്? Now full eat, no hungry for dinner. ഇതാണ് ക്യൂർ എലിസബത്തോ? മലയാളത്തിൽ പറ. ഇല്ല, ഇനി നമ്മൾ മാത്രം ഉള്ളപ്പോ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി. എന്നാ ഞാൻ വല്ല ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ പോവാം. അമ്മയുടെ ഇംഗ്ലീഷ് കേൾക്കുന്നതിനേക്കാളും ഭേദവാ. ഒരാഴ്ച തികച്ച് സംസാരിച്ചാൽ പച്ച വെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാ. ഒരാഴ്ചയല്ല, ഒരു കൊല്ലം അമ്മ ചത്ത് കിടന്ന് ശ്രമിച്ചാൽ പോലും അമ്മയ്ക്ക് അത് പറ്റൂല എന്ന് എനിക്കുറപ്പാ. No, Chu. You believe. This time I study. You ask English question. I reply English answer. Please. എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തിൽ പറയായിരുന്നില്ലേ സാമ്പാർ മോശമായിരുന്നു എന്ന്? അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഒന്നുമല്ല, പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ സേതുവേട്ടൻ. പണ്ടൊരു വിഷു ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിനെ എന്തുമാത്രം പുകഴ്ത്തിയിരുന്നു. ഓർമ്മയുണ്ടാവില്ല, ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല. പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിന് അഭിനന്ദിച്ച് എഴുതിയിരുന്നു. കത്തില് സാമ്പാർ കാണിച്ചു തരാം. ഞാൻ ചിലപ്പോ എഴുതിയിട്ടുണ്ടാവാം. എഴുത്ത് മുഴുവൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഞാൻ തൊടുന്ന പൊട്ട്, ഞാൻ ഉടുക്കാറുള്ള ഉടുപ്പ്, എന്റെ കയ്യിലെ കുപ്പിവിളകൾ, ഇല്ല എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചേർച്ചയാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഒന്നുമില്ല. ആര് പറഞ്ഞു ഇപ്പൊ പറയില്ലെന്ന്? ഇപ്പൊ ആണേലും പറയാം. ആഹാ, എന്ത് നല്ല പൊട്ട്, എന്ത് നല്ല സാരി, എന്ത് നല്ല വളകൾ, ഇതെല്ലാം എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച. മതി, ഇതിന് പേര് പരിഹാസം. ஹாய், இங்க வந்து நிக்கிறியா? நான் சாப்பாடு எடுத்துட்டு எங்கெல்லாம் தேடினேன். டைம் ஆகவில்லையே ஆனந்தவல்லி. டைம் எல்லாம் ஆச்சு. இனிமே நீங்க எப்ப சாப்பிடணும், எப்ப தூங்கணும் எல்லாம் நான் தான் சொல்லுவேன். ஐயோ, வெயில நின்னு முகம் இல்ல என்னமா வாடி போயிருக்கு. அப்பா உங்களுக்காக அங்க காத்துட்டு இருக்கு, வாங்க போங்க, அப்பா காத்திருக்குது. யார் இவரு? இது இவருக்கு நண்பன், இன்னொரு பார்வர். அப்படியா? நீங்களும் வாங்க, நம்ம வீட்டுல சாப்பிடலாம். ஐயோ வேணாமா, ரொம்ப தேங்க்ஸ். இது கடையில வச்சிருக்க சாப்பாடு, நான் அங்க வந்து சாப்பிட்டுக்கிறேன். அப்படி எல்லாம் சொல்லக்கூடாது. நானே உங்களுக்காக என் கையால சமைச்சது. நீங்க வந்தாதான் நான் சாப்பிடுவேன். வாங்க കുഞ്ഞിക്കാതറേ, പോവാങ്ക. വൈകിട്ട് കാണണേ, വൈകിട്ട് തീർച്ചയായിട്ടും കാണണം. വാങ്ങ. നീ വരയ്ക്കുന്നതിൽ ഒന്നുമില്ല അതിനകത്ത്. ഇങ്ങനെ കാണണ്ട. അയ്യോ കാണണം. എങ്ങോട്ട് പോന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പഴിനെ കാണു. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പഴിനെ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവന് മാറ്റി നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പോഴത്തെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. ഇത് തന്നെയാണോ തൊണ്ടി സാധനം? പെട്ടി ഹൃദയമാരി വീട്ടിൽ വെച്ച് പറഞ്ഞതാ. ഇത് ഞാൻ അവിടെ എടുത്താണല്ലോ ദൈവമേ. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല, എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നി തന്ന ഉടുപ്പാ ഇത്. ഞാൻ മരണം വരെ കളയൂല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻ കിനിയുന്ന ഒരു മാവുണ്ടായിരുന്നു എന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പണിക്കിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചയിൽ ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാട് ഒരു മാങ്ങയ്ക്കേ ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത്. എങ്ങനെയുണ്ട്?
പണിക്കരെ ഇതിന് അരവട്ടല്ല മുഴുത്ത വട്ട് തന്നെയാ. ഇത് കണ്ടോ, പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റ് പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കും. നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല. സൂക്ഷിച്ചു വെച്ചാ അല്ലെ കൊണ്ട് പുഴുങ്ങി തിന്ന്.